നവംബർ 25 അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറീൻ, കന്യകയും രക്തസാക്ഷിയും. അധ്യാപകർ, പെൺകുട്ടികൾ, നിയമജ്ഞർ, എഴുത്തുകാർ, സെക്രട്ടറിമാർ, ദൈവശാസ്ത്രജ്ഞർ, അവിവാഹിതരായ പെൺകുട്ടികൾ, മരിക്കുന്നവർ എന്നിവരുടെ രക്ഷാധികാരി. ഒരു കുലീന കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ കാതറീൻ മികച്ച വിദ്യാഭ്യാസം നേടി. കാതറീൻ അസാധാരണമായ ശാരീരിക സൗന്ദര്യവും ഉയർന്ന ധാർമ്മിക ഗുണവുമുള്ളവളായിരുന്നു. അവളുടെ സൗന്ദര്യം, അവളുടെ സദ്ഗുണങ്ങളും കുലീനമായ പദവിയും ബുദ്ധിശക്തിയും അവളെ ഒരു ഉത്തമ വധുവാക്കി. പല പ്രഭുക്കന്മാരും അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും അവരാരും അവളുടെ ധാർമ്മിക ഗുണങ്ങളെയും ബുദ്ധിയെയും മറികടക്കാത്തതിനാൽ അവൾ അവരെയെല്ലാം നിരസിച്ചു. യോജിച്ച ഇണയെ കണ്ടെത്താനാകാതെ കൂടുതൽ മഹത്തായ ഒന്നിലേക്കാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവൾ അവളുടെ ആത്മാവിൽ മനസ്സിലാക്കി. ഒരു ദിവസം രഹസ്യമായി ക്രിസ്ത്യാനിയായിരുന്ന കാതറിൻ്റെ അമ്മ അവളെ ഒരു വിശുദ്ധ ക്രിസ്ത്യൻ സന്യാസിയെ പരിചയപ്പെടുത്തി. ഈ സന്യാസി അവളെ അവളുടെ ഭാവി ഭർത്താവായ അവളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവൾക്ക് പരിചയപ്പെടുത്തി. അവൾ ഏറ്റവും വലിയ ജ്ഞാനവും സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ അവനിൽ കണ്ടെത്തി. അവൻ്റെ ധാർമ്മിക സ്വഭാവം സമാനതകളില്ലാത്തതും എല്ലാറ്റിനുപരിയായതുമാണെന്ന് അവൾ കണ്ടെത്തി. കാതറിന് പുത്രനെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഐക്കൺ സന്യാസി അവൾക്ക് നൽകി. അന്ന് രാത്രി കാതറിൻ ഒരു സ്വപ്നം കണ്ടു. അതിൽ പരിശുദ്ധ അമ്മ തൻ്റെ മകനെ ചേർത്ത് പിടിക്കുന്നത് അവൾ കണ്ടു. കാതറിൻ കുട്ടിയുടെ മുഖം കാണാൻ ശ്രമിച്ചു, പക്ഷേ അവൻ തിരിഞ്ഞുകൊണ്ടിരുന്നു. താൻ ഇതുവരെ മാമോദിസ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ക്രിസ്തു ശിശുവിനെ കാണാൻ കഴിയാത്തതെന്ന് അവൾക്ക് മനസ്സിലായി. താമസിയാതെ അവൾ അവളെ മതബോധനമാക്കിയ സന്യാസിയുടെ അടുത്തേക്ക് മടങ്ങി. അവൾ സ്നാനം സ്വീകരിച്ചു. കാതറിനുടെ സ്നാനത്തിന് ശേഷം പരിശുദ്ധ കന്യകാമറിയത്തോട് അപേക്ഷിക്കാൻ വിശുദ്ധ സന്യാസി അവളെ പ്രോത്സാഹിപ്പിച്ചു. രാത്രി മുഴുവനും അങ്ങനെ ചിലവഴിച്ച് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി. അവളുടെ സ്വപ്നത്തിൽ വാഴ്ത്തപ്പെട്ട അമ്മ അവളുടെ കുട്ടിയുമായി അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. കാതറിനിൽ അത്യധികം സന്തോഷിക്കുകയും അവളെ തൻ്റെ വധുവായി തിരഞ്ഞെടുക്കുകയും അവൾക്കൊരു മോതിരം നൽകുകയും ഭൂമിയിലെ കന്യകാത്വം സ്വീകരിക്കാൻ വിളിക്കുകയും ചെയ്തു. ഉണർന്നപ്പോൾ മോതിരം അവളുടെ വിരലിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം കാതറിൻ അവളുടെ കൗമാരപ്രായത്തിലായിരിക്കുമ്പോൾ മാക്സിമിനസ് ചക്രവർത്തി എല്ലാ പൗരന്മാരും ക്ഷേത്രത്തിലെ റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കണമെന്ന് ഉത്തരവിട്ടു. ത്യാഗസമയത്ത് കാതറിൻ പ്രത്യക്ഷപ്പെടുകയും അവളുടെ സൗന്ദര്യത്തിനും സ്വഭാവത്തിനും ഉടൻ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അവളുടെ സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ചക്രവർത്തി സ്തംഭിച്ചുപോയി. മാത്രമല്ല, അവളുടെ ജ്ഞാനത്തിൻ്റെയും ഗംഭീരമായ സംസാരത്തിൻ്റെയും ആഴം അദ്ദേഹത്തെ ഞെട്ടിച്ചു. ചക്രവർത്തി വളരെ മതിപ്പുളവാക്കി. ക്രിസ്ത്യാനികൾക്കെതിരായ തൻ്റെ തുടർച്ചയായ പീഡനത്തെ ന്യായീകരിക്കുന്നതിന് അവളുടെ ജ്ഞാനത്തിന് ഒരു പ്രതികരണം ആവശ്യമാണെന്ന് അവനറിയാമായിരുന്നു. കാതറിനുമായി സംവാദം നടത്താനും അവളുടെ തെറ്റ് തെളിയിക്കാനും അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജ്ഞാനികളായ 50 പേരെ കൂട്ടി വരുത്തി. നേരെ മറിച്ചാണ് സംഭവിച്ചത്. കാതറിൻ്റെ ജ്ഞാനം വളരെ വലുതായിരുന്നു. അവൾ പല ജ്ഞാനികളെയും ജയിക്കുകയും വിജയിക്കുകയും ചെയ്തു. തൻ്റെ ആശയങ്ങൾ തെളിയിക്കാനും യേശു രക്ഷകനാണെന്നും തൃത്വം ഏകദൈവമാണെന്നുമുള്ള സത്യത്തെ പിന്തുണയ്ക്കാൻ മികച്ച ഗ്രീക്ക് തത്വചിന്തകരെ അവൾ ഉദ്ധരിച്ചു. ജ്ഞാനികളിൽ പലരും മതം മാറി. തൽഫലമായി ചക്രവർത്തി അവരെ വധിച്ചു. അപ്പോൾ ചക്രവർത്തി മറ്റൊരു സമീപനം സ്വീകരിച്ചു. തൻ്റെ രാജ്യത്തിൻ്റെ പകുതിയും രാജകൊട്ടാരത്തിനുള്ളിൽ ഒരു സ്ഥലവും വാഗ്ദാനം ചെയ്ത് അവളെ വശീകരിക്കാൻ ശ്രമിച്ചു. അവൾ വിസമ്മതിച്ചു. ചക്രവർത്തി അവളുടെ രക്തം നിലം പൊതിയുന്നതുവരെ അവളെ ചവിട്ടിക്കൊണ്ടടിച്ചു. അവൻ അവളെ തടവിലാക്കി. കാതറിൻ ജയിലിലായിരിക്കുമ്പോൾ ചക്രവർത്തിയുടെ ഭാര്യ അവളുമായി കൗതുകത്തിലായി. ചക്രവർത്തി പോയപ്പോൾ അയാളുടെ ഭാര്യയും കാവൽക്കാരൻ്റെ ക്യാപ്റ്റനും കാതറിൻ്റെ സെല്ലിൽ ചെന്ന് അവളെ ശ്രദ്ധിച്ചു. അവർ രണ്ടുപേരും മതം മാറി സ്നാനമേറ്റു. ജയിലിലായിരിക്കുമ്പോൾ ഒരു പ്രാവ് കാതറിന് ഭക്ഷണം കൊണ്ടുവന്നു. അവളുടെ ആരോഗ്യവും കരുത്തും നിലനിർത്തി. അവളുടെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് ദൈവങ്ങളെ ആരാധിക്കാൻ അവളെ ബോധ്യപ്പെടുത്താൻ ഒരിക്കൽ കൂടി ശ്രമിക്കാൻ ചക്രവർത്തി തീരുമാനിച്ചു. ഈ സമയം വലിയ ചക്രത്തിൽ പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അവളുടെ ശരീരം മുഴുവൻ വലിച്ചു നീട്ടുകയും മരണത്തിലേക്ക് കറക്കുകയും ചെയ്തു. കാതറിൻ ചക്രത്തിൽ കെട്ടപ്പെടും മുമ്പ് ഒരു മാലാഖ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. എല്ലാവരുടെയും മുമ്പിൽ അത് തകർന്നു. അപ്പോൾ ചക്രവർത്തിയുടെ ഭാര്യ പുറത്തിറങ്ങി തൻ്റെ ഭർത്താവിനെ ശാസിച്ചു. കാതറിൻ്റെ ജ്ഞാനം കേട്ട് താൻ ക്രിസ്ത്യാനിയായി മാറിയെന്ന് വെളിപ്പെടുത്തി. ക്ഷുഭിതനായ ചക്രവർത്തി തൻ്റെ ഭാര്യയെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ തലയറുത്തു കൊന്നു. അടുത്ത ദിവസം കാതറിൻ വീണ്ടും ചക്രവർത്തിയുടെ മുമ്പാകെ കൊണ്ടുവന്നു. ഇത്തവണ അവൻ അവളെ ശിരച്ഛേദം ചെയ്തുകൊണ്ട് വധിക്കാൻ ഉത്തരവിട്ടു. അവളെ വധിച്ച് 1 മണിക്കൂറിനുള്ളിൽ മാലാഖമാർ വന്ന് അവളുടെ ശരീരം എടുത്തുകൊണ്ടുപോയി. അത് സീനായ് പർവ്വതത്തിൻ്റെ ഉയരത്തിൽ കിടത്തി. അവിടെ അത് അചഞ്ചലവും നിർമ്മലവുമായി തുടർന്നു. ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം കത്തുന്ന മുൾപ്പടർപ്പിന് ചുറ്റും നിർമ്മിച്ച സീനായ് പർവ്വതത്തിൻ്റെ അടിത്തട്ടിലുള്ള ആശ്രമത്തിൽ ഒരു വിശുദ്ധ സന്യാസി കാതറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ച ഒരു സ്വപ്നം കണ്ടു.
അവൻ അവളുടെ മൃതദേഹമെടുത്ത് ഇന്ന് അവൾ കിടക്കുന്ന ആശ്രമ ചാപ്പലിൽ അടക്കം ചെയ്തു.